പറ്റും. ഇപ്പം നമ്മൾ ആരോണ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു പുതിയൊരു ഒരു 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 അഡീഷണൽ ആയിട്ട് നമ്മുടെ സ്റ്റുഡൻസ് കോഡിങ് പഠിപ്പിക്കുക മാത്രമല്ല അവർ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അവരെ വെൽ എക്യുപ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരുപാട് സെഷൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻ്റർവ്യൂവിൽ വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കുട്ടികൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. മെഡിക്കൽ കോഡിങ്ങിൽ ഒരുപാട് അവസരങ്ങളുണ്ട്, പക്ഷേ CPC സർട്ടിഫൈഡ് ആയിട്ടും ജോലി കിട്ടുന്നില്ല. എന്താവും കാരണം? ഞങ്ങൾ ആരോണ് ഏകദേശം കഴിഞ്ഞ ഒരു വർഷം 1000-ലധികം പ്ലേസ്മെൻറ്റ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. ആരോണിലും മാത്രമല്ല പുറത്ത് പഠിച്ച കുട്ടികൾക്ക് നമ്മൾ പ്ലേസ്മെൻറ്റ് കൊടുക്കണ്ടേ. പക്ഷെ അതിൽ കൂടുതൽ കുട്ടികൾ നമുക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഒരുപാട് കുട്ടികൾ CPC കഴിഞ്ഞിട്ട് സർട്ടിഫൈഡ് ആയിട്ട് പുറത്ത് ജോലി ഇല്ലാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒബ്സർവ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട്, നല്ല മാർക്കോടുകൂടി CPC പാസ്സാവുന്നുണ്ട്. പക്ഷേ ഇന്റർവ്യൂവിൽ എത്തുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അത് മേജറായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇന്റർവ്യൂ എങ്ങനെ ഫേസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ആ സമയത്ത് എത്തുമ്പോൾ ഭയങ്കര നെർവസ് ആവുന്നു. ഇത്തരത്തിലുള്ള മേജറായിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലും പലപ്പോഴും പറയാൻ പറ്റുന്നില്ല. CPC സർട്ടിഫൈഡ് ആയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം അല്ലേ. അത്യാവശ്യം അനാട്ടമി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ICT കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഗൈഡ് ലൈൻസ് പഠിച്ചിട്ടുണ്ടാവും, CPT പാർട്ട് പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷമാണ് അവർ എക്സാം എഴുതി ക്ലിയർ ചെയ്തല്ലോ. അത്രയും ഒരു ഇന്റർനാഷണൽ എക്സാം ആയിട്ടുള്ള CPC ക്ലിയർ ആയതല്ലേ. പക്ഷേ നമ്മുടെ ഇന്റർവ്യൂവിൽ വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കുട്ടികൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. അനാട്ടമി പാർട്ട്, അതേപോലെ തന്നെ ICT ഗൈഡ് ലൈൻസ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കമ്പനികളുടെ സൈഡിൽ നിന്ന് HR അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡിൽ നിന്നും അവർ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ ഒരു കാര്യത്തിലേക്ക് വേണ്ടി ഫോക്കസ് ചെയ്യാം. അപ്പോൾ മേജറായിട്ട് ഞാൻ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് വരാം. CPC കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ജോലി കിട്ടാതെ നിൽക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുക എന്നുള്ളൊരു വലിയൊരു കാര്യമാണല്ലോ. കാരണം നിങ്ങൾ ഓരോരുത്തരെയും കമ്പനി ഹയർ ചെയ്യുന്ന സമയത്ത് അവർ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളൊരു ടീം പ്ലെയർ ആണോ, നിങ്ങളൊരു എൻത്യൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണോ, എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണോ, നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ സംസാരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവുണ്ടോ, ഈ ഒരു കാര്യങ്ങളാണ് എപ്പോഴും ഇപ്പോഴത്തെ കാലത്ത് നോക്കുന്ന സമയത്ത് കമ്പനികളുടെ HR ടീമും അതേപോലെ തന്നെ അവരുടെ ടീം ലീഡറൊക്കെ നോക്കുന്നത്. അവരുടെ ടീമിലെത്തി കഴിഞ്ഞാൽ നിങ്ങളൊരു പെർഫോമർ ആവുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ് നെർവസ്നെസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഫിയർ ഫാക്ടർ എന്നുള്ളത് ഇന്റർവ്യൂവിൽ വരുന്നത്. പക്ഷേ അത് നമുക്ക് പ്രാക്ടീസിലൂടെ മാറ്റാൻ പറ്റും. ഇപ്പം നമ്മൾ ആരോണ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഒരു അഡീഷണൽ ആയിട്ട് നമ്മുടെ സ്റ്റുഡൻസ് കോഡിങ് പഠിപ്പിക്കുക മാത്രമല്ല അവർ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് അവരെ വെൽ എക്യുപ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരുപാട് സെഷൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സോ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങളെ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പം നിങ്ങൾ ഓരോരുത്തരും പഠിക്കുന്നതിനൊപ്പം തന്നെ CPC എക്സാം എഴുതുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും നിങ്ങൾ പേഴ്സണലി എന്താ ചെയ്യാം, ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിട്ട് വരിക. അതേപോലെ തന്നെ നമ്മുടെ അനാട്ടമി, അതേപോലെ തന്നെ ICT ഗൈഡ് ലൈൻസ് പോലുള്ള കാര്യങ്ങളിൽ കൂടുതലൊന്ന് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. ഇന്റർവ്യൂ ബേസ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. സോ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇന്റർവ്യൂ സമയത്ത് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാനും അതേപോലെ തന്നെ അത് നിങ്ങളുടെ ഇന്റർവ്യൂവറെ ഒരുപാട് ഇംപ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ ഈ ഒരു പോയിന്റ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. അതുപോലെ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു കാര്യം അത് ആഡ് ചെയ്യാണ്. ലാംഗ്വേജ് എന്നുള്ളത് നിങ്ങൾ പ്രിപ്പയർഡ് ആവുക, പ്രാക്ടീസ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ഇന്റർവ്യൂ CPC കഴിഞ്ഞ ഒരാൾക്ക് എന്നുള്ള ഒരു നിലയ്ക്ക് ഈസി ആയിട്ട് ഇന്റർവ്യൂവിലേക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് ഓപ്പണിങ്സ് വരുന്നുണ്ട്. സോ നിങ്ങൾ സ്വയം പ്രിപ്പയർഡ് ആവാം അല്ലേ. നിങ്ങളെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയം പ്രിപ്പയർഡ് ആവുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ഫോക്കസ് ചെയ്യുക പഠനത്തോടൊപ്പം തന്നെ. സോ താങ്ക് യു. ഈ ഒരു ഇൻഫർമേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.